ഇവിടെ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത കുറേ അധികം ആൾ നേരത്തെ നമ്മൾ ഡിവൈഎഫ് യൂത്ത് ബ്രിഗേഡിന്റെ ആളെ കണ്ടു. ഇപ്പൊ ജില്ലാ പ്രസിഡന്റാണ്. ഇവിടെ എല്ലാ എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ് ആവട്ടെ, യൂത്ത് കോൺഗ്രസ് ആവട്ടെ, നിങ്ങളാവട്ടെ, എല്ലാവരും മറ്റ് നിങ്ങൾക്ക് രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ച ഈ ദിവസങ്ങളൊക്കെ കാണുക. സാറേ, ആദ്യമേ പറയാനുള്ളത് മാധ്യമ പ്രവർത്തകർ വളരെ വളരെ ഭംഗിയായിട്ട് അവരുടെ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ പാർട്ടിയും, ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരും സജീവമായിട്ടുണ്ട്. ആരും കുറ്റം പറയാനൊന്നുമില്ല. സാധ്യമാകുന്ന എല്ലാവരും ചെയ്യുന്നുണ്ട്. അതേപോലെ സന്നദ്ധ സംഘം ഒന്നും പറയാനില്ല, എല്ലാം നല്ല ശക്തമായി അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. നമ്മളിത് തുടങ്ങി അന്ന് രാവിലെ 3-3:30 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ അവിടെ ഫുൾ ടൈം നമ്മൾ നല്ലൊരു ക്യാമ്പ്, 300ഓളം ആളുകൾ, പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും വന്ന് അവരുടെ പ്രാഥമിക കർമ്മമൊക്കെ നിർവഹിക്കുന്ന നല്ലൊരു ഹെൽപ്പ് ഡെസ്ക് അവിടെയുണ്ട്. മേപ്പാട് 2 ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ നമ്മുടെ സേവനം നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്ന ബോഡികളെ, ഏറ്റവും അവസാനം കണ്ടെത്തുന്ന ബോഡികൾ വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു നമ്മുടെ ഇന്ന് കണ്ടൊരു ബോഡി ഇവിടുന്ന് മേലോട്ടൊന്നും ആയിട്ടില്ല, മണ്ണ് പോലും ആയിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രക്ക് ക്ലിയർ ആണ് ഇന്നത്തെ ബോഡി. ഇന്ന് നമ്മളെ വില്ലേജിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. പക്ഷെ അത് ഒന്നും കൂടെ 2-3 ദിവസം മുമ്പ് ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് വൃത്തിയായി കിട്ടിയായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ എല്ലാ എല്ലാവരും സങ്കടമാണ്. ഇതൊക്കെ നമ്മുടെ ആയുഷ്കാലത്തിന് സങ്കടം. എന്താ അറിയോ, ഇത് നമ്മൾ അവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, സേവനം ചെയ്തു, അല്ലെങ്കിൽ സർക്കാർ നോക്കിയില്ല, മറ്റൊരു നോക്കില്ല എന്ന് പറയേണ്ട സമയമല്ല. നമ്മൾ കൂടെ നിന്ന് വർക്ക് ചെയ്ത് എല്ലാ സർക്കാർ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒന്നും കുറ്റം പറയാനില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞ് മുതലെടുക്കേണ്ട ഒരു സമയമല്ല ഇത്. ഒരുപാട് ഇനിയിപ്പോ 180ഓളം പേരെ കുറിച്ച് ഇനിയും വിവരങ്ങൾ ഇല്ല, 150 അല്ല, അതിൽ കൂടുതലുണ്ട്. സാധ്യമായ ഒരു ഇതുണ്ടല്ലോ. അതിനപ്പുറം ഇപ്പൊ പുത്തുമല 19 ആള് പോയി 14 ആളെ കിട്ടിയുള്ളൂ. 5 പേര് ഇപ്പോഴും മണ്ണിന്റെ അടിയിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് എല്ലാവരും കിട്ടുന്ന ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. സർക്കാർ എങ്കിലും ഈ സർക്കാർ കണക്ക് 150 ആന്ന് വെച്ചാൽ തന്നെ അത് വലിയ കണക്കല്ലേ. ഇതിപ്പോ ഇവിടുന്ന് പോയി നമ്മള് നിലമ്പൂർ എത്തുന്നതിന് മുമ്പ് മനുഷ്യരെത്തിപ്പെടാത്ത ഒരുപാട് ഏരിയകളുണ്ട്. ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരെ കിട്ടി കാണാതായി, എയർലിഫ്റ്റ് കയറ്റി എന്ന് പറയുന്നത്, അങ്ങനത്തെ ഏരിയകളിലൊക്കെ ആളുണ്ട്. അവിടെയൊക്കെ പെട്ടെന്ന് എത്തിയാൽ പിടിമുറുക്കങ്ങളോ ഇഴജന്തുക്കളൊന്നും പിടിക്കാതെ കുറേ ബോഡികൾ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. വനമേഖലയിൽ ഉണ്ട്. ആർക്കും എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ചെറുപ്പക്കാരൊക്കെ പോയിട്ട് കുടുങ്ങിയ അവിടെ ഉണ്ട്. ഇനി ധാരാളം ഉണ്ട്. ഇന്നിപ്പോ ഒരു പ്രതീക്ഷ, ഇന്നലെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് കിട്ടിയില്ലേ? അപ്പൊ ഇന്നലെ ആ ബോഡി അവിടെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളവിടെ എത്തിപ്പെടാത്തതുകൊണ്ടാണല്ലോ.